അപ്പോൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. താരങ്ങൾ പ്രതിഫലം കുറച്ചില്ല എങ്കിൽ വേറെ വഴി നോക്കുമെന്നാണ് പറയുന്നത്. ഒരു താരവും അവിഭാജ്യ ഘടകമല്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ഞങ്ങളുടെ തീരുമാനത്തിലൊന്നും മാറ്റമൊന്നുമില്ല. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ പറയുകയും ചെയ്യും. അവരുമായിട്ട് മമ്മയായിട്ട് സംസാരിക്കേണ്ടതാണ്. ഞങ്ങൾ ഈ ഇഷ്യൂ റേസ് ചെയ്യും. പേരിലുള്ളവര് താരങ്ങൾ അല്ല, ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളുണ്ട്. അവിടെ ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിർത്തിയിരിക്കും. ഞങ്ങൾ സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും. അതിനകത്ത് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം. എനിക്ക് ആന്റണിയോട് വിരോധമോ ദേഷ്യമോ അങ്ങനെയുള്ള കാര്യമില്ലല്ലോ. അയാൾ ഇട്ട കാര്യം തെറ്റാണ്. അത് പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. അത് ചേംബർ ആവശ്യപ്പെട്ടു. അല്ലാതെ ഞാൻ ഇവിടുത്തെ ഞാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ പുള്ളി പോസ്റ്റ് ഇട്ടത്. ഇതൊക്കെ പറയാം. എനിക്ക് അധികാരം തന്ന ആരെന്ന് ചോദിച്ചാൽ എനിക്ക് അധികാരം തന്ന എൻ്റെ സംഘടനയാണ്. അത് പുള്ളിക്ക് അറിഞ്ഞുകൂടാതെ പോസ്റ്റ് ഇടാൻ പാടില്ല. ഒരാൾ ഒരു കാര്യം എഴുതുമ്പോഴും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് ചെയ്യുമ്പോഴും അത് അന്വേഷിക്കണം എന്താണ് അങ്ങനെ പറയാനെന്നുള്ളത്. മോഹൻലാലിനെ ആരെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ ചെയ്തതാണ്. അല്ലാതെ മോഹൻലാലിന് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പേഴ്സണലായിട്ട്? എനിക്കൊന്നുമില്ല. ഇപ്പം മോഹൻലാൽ അത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമേ. എന്തായാലും അതേസമയം നിർമ്മാതാക്കൾക്കെതിരെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് അഭിനേതാക്കളുടെ സംഘടന അമ്മ വ്യക്തമാക്കുന്നത്. സമര തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന അഭിപ്രായപ്പെടുന്നു. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുന്നതിലും സംവിധാനം ചെയ്യുന്നതിലും ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് സംഘടനയുടെ നിലപാട്. റിയ ബേബി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. റിയ, ഇതിപ്പോൾ സിനിമയേക്കാൾ കലുഷിതമായ രീതിയിൽ സിനിമയേക്കാൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് സിനിമയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. എന്താണിപ്പോൾ നിലപാട്? എന്താണ്? താരങ്ങൾ ഇങ്ങനെ തന്നെ പ്രതിഫലം കുറയ്ക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നിർമ്മാതാക്കൾ ഈ തീരുമാനിച്ച നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണോ? ഇതിലൊരു സമാധാനം എങ്ങനെ ഉണ്ടാകും? സമവായം ആന്റണി പെരുമ്പാവൂരിന്റെ ആ പോസ്റ്റ് പിൻവലിക്കുക എന്നത് നടക്കുന്ന കാര്യമാണോ എന്നുകൂടി. ദിവേഷ്, എന്തായാലും ഈ സിനിമാ സംഘടനകൾക്കകത്തും സിനിമാ സംഘടനകൾ തമ്മിലും ഉണ്ടായ പ്രശ്നങ്ങൾ അത് യാതൊരു തരത്തിലുമുള്ള പരിഹാരമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ പ്രതിഫല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളുടെ ഒക്കെ തുടക്കം. അതിനുശേഷം സമരപ്രഖ്യാപനം വരുന്നു. ഈ രണ്ട് വിഷയത്തിലും ഇന്ന് കൊച്ചിയിൽ 3 യോഗം ചേർന്നു. ഒന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ യോഗം, 2 ഫിലിം ചേംബറിന്റെ യോഗം, മൂന്നാമത്തത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗം. 3 സംഘടനകളും അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മഞ്ഞുരുകൽ ഈ വിഷയങ്ങളിലൊന്നും സംഘടനകൾ തമ്മിലില്ല. ഇനി നിർമ്മാതാക്കളുടെ സംഘടനയിലാവട്ടെ, സംഘടനയ്ക്കകത്ത് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത പോലും ഇപ്പോഴില്ല എന്നതാണ് സുരേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് കടുപ്പിക്കുന്നുണ്ട്. സിനിമ നിർത്തണമെന്ന് വിചാരിച്ചാൽ നിർത്താൻ തങ്ങൾക്കറിയാമെന്നാണ് സുരേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രസ്താവനയും അമ്മ സംഘടനയ്ക്കെതിരെ വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം വാർത്താ സമ്മേളനത്തിൽ താൻ പറഞ്ഞിരുന്നോ? അതാണ് അദ്ദേഹം അവിടെ എടുത്തു ചോദിച്ചത്. അതോടൊപ്പം തന്നെ ആരും അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് നിർത്തണമെന്ന് തീരുമാനിച്ചാൽ നിർത്താൻ ഞങ്ങൾക്കറിയാം, നിർമ്മാതാക്കൾക്ക് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ സ്റ്റാൻഡിനേക്കാളും കുറച്ചുകൂടി കർക്കശ രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതെ, കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് സുരേഷ് കുമാർ പോകുന്നതാണ് കണ്ടത്. ലിസ്റ്റിൻ പറഞ്ഞതൊക്കെ ലിസ്റ്റിന്റെ നല്ല മനസ്സുകൊണ്ടാകാം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ തന്റെ നിലപാട് അവിടെ അടിയുറച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇനി ഫിലിം ചേംബർ ആകട്ടെ ഒരു താരവും അവിഭാജ്യ ഘടകമല്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വേറെ വഴികളുണ്ട്, അത് തങ്ങൾ നോക്കും. സമരവുമായി മുന്നോട്ട് പോകും. സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണ. ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കൊണ്ടാണ് ഫിലിം ചേംബർ അവിടെ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിന് മടങ്ങിയെത്താം. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഞങ്ങളുടെ ഏറ്റവും സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയി നിന്ന അദ്ദേഹത്തിനും അറിയാം, അതായത് ഈ പറഞ്ഞ ആന്റണി പെരുമ്പാവൂരിനും അറിയാം. അദ്ദേഹത്തിന് മാനഹാനി വരുത്തർക്ക് എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിജയമല്ല. ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്. അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെറ്റർ പോലും ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്യണം, ചെയ്തേ പറ്റൂ.